അപ്പൊ അതങ്ങനെയാണ്. ഈ ഇലക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. ഞങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല, ഞങ്ങൾ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല, ഞാനൊട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാനൊരൊറ്റ വാക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം എന്ന്. ഞാൻ പറഞ്ഞത് അതാണ്. കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ എത്തേണ്ടത്. പക്ഷേ പറഞ്ഞത് ജയിച്ചോളുന്നില്ല, തോറ്റുള്ളതില്ലാതെയല്ല ഞാൻ പറഞ്ഞത്. 4 എണ്ണവും തോറ്റില്ല. അവിടെ മണ്ണാർക്കാട് 2 മനുഷ്യന്മാർക്ക് ഒന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2-ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവരുടെ നടക്കുകയാണ് നമ്മുടെ ആളുകൾ ആക്രമിച്ചത്. അങ്ങനെ ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ ആരും ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ശക്തമായിട്ട് പറയുന്നത് ഒരു കാലത്തുമാണ് ജയിപ്പിക്കാൻ പാടില്ല. അയാൾ ഈ രാജ്യത്തിന്റെ ദ്രോഹിയാണെന്ന് ഞാനൊട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഞാനൊരൊറ്റ വാക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ തോറ്റുപോകണം എന്ന്. ഞാൻ പറഞ്ഞത് അതാണ്. കൊലപാതകത്തിന് അനുകൂലമായി നിൽക്കുന്നവർ ജയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ എത്തേണ്ടത്. പക്ഷേ മാത്രമല്ല, ഉസ്താദ് ഒരു ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേക്ക് നെഞ്ചിയേറ്റി ശൈഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട്, മലായികത്തിനെ ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അല്ലാഹുവിനോട് തന്നെയാ പറയുന്നത്. ആളുടെ ബലം നോക്കിയിട്ടല്ല, പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പരിപാടിയിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല, മറിച്ച് അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യസിഫൂൻ, അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യഫ്അലൂൻ, അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യഫ്തറൂൻ. എല്ലാത്തിനും പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. പടച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ്. ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് ഇനിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷൻ നീ മാറ്റിത്തരണം.